ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. പറഞ്ഞ് നീട്ടുന്നൊന്നുമില്ല, ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. രാവിലെ മുതലേ വടക്കുന്നാഥൻ്റെ മുന്നിൽ അത്തപ്പൂക്കളം കണ്ടിട്ട് വീട്ടിലിരിക്കപ്പുറതില്ല. അപ്പോൾ എന്തായാലും കാണാൻ പോകാൻ തീരുമാനിച്ചു കേട്ടോ. പോകുന്നതിന് ഒന്ന് കുളിച്ചിട്ട് വരാം. അപ്പം ഞാൻ എന്താ പോയി കുളിച്ചിട്ട് വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം കേട്ടോ. നമ്മൾ പകുതി വരെ വണ്ടിയും കൊണ്ട് പോകും കേട്ടോ. മണ്ണുത്തി വരെ വണ്ടിയും കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. കാരണം ഞങ്ങൾ 3 പേരുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാരണം രാവിലെ തൊട്ട് പൂക്കളമൊക്കെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് കണ്ട് ഒന്ന് നേരിട്ട് പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഇറങ്ങിയതാണേ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ അവിടെ വഴിക്ക് വെച്ചിട്ട് ബസ്സിന് കയറി ടൗണിലേക്ക് പോവാണ് കേട്ടോ. ബസ്സിലാണെങ്കിലോ നല്ല അടിപൊളി പാട്ടൊക്കെ. ബസ്സിൽ നിന്ന് ഇറങ്ങാനും തോന്നില്ല കേട്ടോ, അതുപോലത്തെ പാട്ട്. നമ്മുടെ ഭാഗ്യത്തിന് ബസ് ശക്തനിലേക്കായിരുന്നു. എന്തായാലും വന്നല്ലേ, അപ്പോൾ ആകാശപാതയിൽ ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിനി ആകാശപാതയിൽ കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചേ. കുറേ ആയിരുന്നു വന്ന് ഇവിടെ വരുന്നുണ്ടെങ്കിലും ഇതിലൊന്നും കയറില്ലായിരുന്നു കേട്ടോ. പിന്നെ സജിച്ചേട്ടനുണ്ടായിരുന്നു, സജിച്ചേട്ടൻ ഇതിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കയറി. ഇതിപ്പോൾ തൃശ്ശൂർ നമ്മുടെ നയാഗര വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് വൈകുന്നേരം മുതലാണ് അതിൻ്റെ ഓപ്പണിങ്. ഇത് ഫുള്ള് പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കാക്കയാണ്. ഇതുണ്ടോ, എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ വരാവേ. നല്ല തിരക്കുണ്ട്, എന്നാലും നമ്മൾ പൂക്കളം കാണാൻ ഇറങ്ങിയതില്ലേ, പൂക്കളം കണ്ടിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ ഇവിടെ എത്തി. നല്ല തിരക്കുണ്ട്. കുറച്ച് കടലയൊക്കെ വാങ്ങി കുറച്ച് കേട്ടോ. ഇതാണ് ഈ കൊല്ലത്തെ വടക്കുന്നാഥൻ്റെ മുന്നിലെ പൂക്കളം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ ആൾക്കാരുണ്ടായിരുന്നു, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമുക്ക് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും, അത്രയും നല്ലൊരു പൂക്കളമായിരുന്നു കേട്ടോ. അപ്പം പൂക്കളമൊക്കെ കണ്ട് സന്തോഷമായി കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മളിവിടെ നിന്ന് ചുറ്റിയടിക്കാതെ പോകണം എങ്ങനെയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് കേട്ടോ. പൂക്കളം കാണാൻ എത്തിയവരുടെ തിരക്കാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ ഇതിലും തിരക്കുണ്ടായിരുന്നു കേട്ടോ. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂക്കളം ഇടാനൊക്കെ കൂടായിരുന്നു. അങ്ങനെ നമ്മൾ പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. സന്തോഷമായി. പിന്നെ ഇടയ്ക്ക് ഞാൻ ചവയ്ക്കുന്നത് എൻ്റെ വായിൽ കടല കിടക്കുകയാണ്. പിന്നെ നമ്മൾ പൂക്കളൊക്കെ കണ്ടിട്ട് വെറുതെ ഒന്നും നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തിനാ, നമ്മൾ നടന്നിട്ട് കുറേ ആയില്ലേ, അപ്പം നടക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നതാണ്. ഇങ്ങനെ ഇതിൽ നടക്കാനൊരു പ്രത്യേക സുഖമാണല്ലോ. ഇനി പൂക്കളം ഇടാനുള്ള പൂക്കളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പൂക്കളുണ്ട്. പൂക്കളൊക്കെ ഇനി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാവും. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് ഓണത്തിരക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തൊരാന്ന് പോയി കാണണേ. പിന്നെ നമ്മൾ നടക്കുന്നതിനിടയിൽ കണ്ടതാണ് കേട്ടോ. കുറച്ച് പയ്യന്മാർ വരുന്നിട്ട് പ്രാവിന് കടലിട്ട് കൊടുക്കുന്നു. അപ്പോൾ പ്രാവെല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ കടല കൊത്തിപ്പറിക്കും. ഇനി നമുക്കിനി വടക്കേ സ്റ്റാൻഡിലോട്ട് പോകണം, നമുക്ക് ബസ് കിട്ടാൻ. അപ്പം നമ്മളിനി ഇതിന് ചുറ്റി അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വല്ലപ്പോഴൊക്കെ അല്ലേ നടക്കുന്നേ, അപ്പം അങ്ങോട്ട് നടന്നേക്കാന്നേ. നടക്കുന്നത് ഒരു രസമല്ലേ. ഈ നടപ്പിനിടയിൽ തന്നെ എത്ര പ്രാവശ്യം കടല മേടിച്ചെന്നു ഒരു കൈയും കണക്കൂല കേട്ടോ. ഒരു 2 പ്രാവ് നമ്മുടെ അടുത്തും കൂടി, നമ്മുടെ കയ്യിൽ കടലുണ്ടായിരുന്നു, ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മളിവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മരത്തണലിലൂടെ നടക്കുകയാണേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവിടെ ഇരിക്കും, കുറച്ച് നേരം ഇരിക്കും, പിന്നെ തിരിച്ചു പോകലായിരുന്നു. ഇന്നിപ്പോൾ സൈച്ചേട്ടനൊക്കെ ഉണ്ട്, നടക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആനയെ കാണാൻ വേണ്ടി പോയി കേട്ടോ. പാവാന മേത്തൊക്കെ നിറച്ച് എളിയിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആനേനെ കണ്ടു. ആനേനൊക്കെ കണ്ട് സന്തോഷമായി കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു മരമാണിത്, നല്ല പന്തലിട്ട പോലൊരു മരം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മളൊരു ഹോട്ടലിൽ കയറി. നല്ല അടിപൊളി മസാല ദോശയായിരുന്നു കേട്ടോ. മസാല ദോശ കഴിച്ചു. സാമ്പാറാണെങ്കിൽ സൂപ്പർ സാമ്പാർ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. നിസ്സാരം പൂക്കളം കാണാൻ പോയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ഈ ഓണവിശേഷങ്ങളും ഓണത്തിരക്കുകളൊക്കെ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. അപ്പം അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.